നമസ്കാരം. ലോകഭൂപടത്തിൽ പാകിസ്ഥാൻ ഒരിടമുണ്ടെങ്കിലും ഇനി അത് എത്ര നാൾ ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ന് ആഭ്യന്തരവും ബാഹ്യവുമായ പ്രതിസന്ധികളുടെ നടുവിലാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സാമ്പത്തിക അസ്ഥിരത രാജ്യം നേരിടുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വെറും കണക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ഉയർന്ന പണപ്പെരുപ്പം, വിദേശ നാണയശേഖരത്തിലെ ശോഷണം, അതുപോലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും തീവ്രവാദ ഭീഷണികളും ചേരുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു വൻ തകർച്ചയുടെ വക്കിലാണ്. പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനികൾ പോലും തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് രാജ്യം വിടാൻ നിർബന്ധിതരാവുകയാണ്. പാകിസ്ഥാന്റെ ഭാവിയെക്കുറിച്ചുള്ള ആഗോള നിക്ഷേപ സമൂഹത്തിന്റെ ആശങ്കയുടെ വ്യാപകമായ സൂചന കൂടിയാണിത്. ഈ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി സാധാരണ പൗരന്മാരെ നേരിട്ട് ബാധിക്കുകയും വലിയൊരു വിഭാഗം ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ രാജ്യം വിട്ടു പോകുന്നതിൽ അമ്പരന്ന് നിൽക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തലാക്കുമെന്ന് വൻകിട കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയായ പ്രോക്ടർ ആൻഡ് ഗാംബിൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ ഷെർ, മൈക്രോസോഫ്റ്റ്, ഊബർ, എലി ലില്ലി, യമഹ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികൾ പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. കറൻസി ദുർബലമായതിനാൽ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ അസ്ഥിരമാണ്. കമ്പനികൾ രാജ്യം വിടുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയും രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുതിച്ചുയരുകയും ചെയ്യും. വിദേശ നാണയശേഖരത്തിലെ കുറവ് കാരണം ഇറക്കുമതി ചെയ്യുന്ന ആവശ്യ വസ്തുക്കളുടെ വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരായ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും രാജ്യത്തെ പണപ്പെരുപ്പവും ദാരിദ്ര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആവശ്യ വസ്തുക്കളായ പാൽ, റൊട്ടി, പാചകവാതകം എന്നിവയുടെ വില താങ്ങാൻ കഴിയാവുന്നത്ര ഉയർന്നു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, വൈദ്യുതി, ഇന്ധനം എന്നിവയുടെ ക്ഷാമം, അനിയന്ത്രിതമായ നികുതി വർധനവ് എന്നിവയ്ക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങളും പ്രതിഷേധങ്ങളും പതിവാണ്. പാകിസ്ഥാനിലെ കർശനമായ നിയന്ത്രണങ്ങൾ കാരണം കൂടുതൽ കമ്പനികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉയർന്ന നികുതികളും കർശന നിയന്ത്രണ സംവിധാനങ്ങളും കാരണം പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ആഭ്യന്തര രാഷ്ട്രീയ അനിശ്ചിതത്വവും അതിർത്തികളിലെ തീവ്രവാദ ഭീഷണികളും രാജ്യത്തിന്റെ സ്ഥിരതയെ തകർക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ തെഹ്രീക്കെ താലിബാൻ പോലുള്ള സായുധ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ തീവ്രവാദം സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ലക്ഷ്യമിടുന്നതാണ്. ഇത് രാജ്യത്തെമ്പാടും ഭീതിയുടെയും അരക്ഷിതാവസ്ഥയുടെയും അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. ബാലൂചിസ്ഥാൻ മേഖലയിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾ ആഭ്യന്തര കലാപങ്ങൾക്ക് ആക്കം കൂട്ടുന്ന മറ്റൊന്നാണ്. വിദേശ നിക്ഷേപകർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വിഘടനവാദങ്ങൾ. തീവ്രവാദ ഭീഷണികൾ വർദ്ധിക്കുന്നത് വിദേശ നിക്ഷേപകരുടെ പലായനത്തിന് ഒരു പ്രധാന കാരണമാണ്. അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും ഈ സുരക്ഷാ ഭീഷണികൾ വലിയ തടസ്സമാണ്. സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം തീവ്രവാദ ഭീഷണികൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വവും പാകിസ്ഥാന്റെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. ഈ ബഹുമുഖ വെല്ലുവിളികൾ രാജ്യം വൻ തകർച്ചയുടെ വക്കിലാണ് എന്ന വിലയിരുത്തലുകൾക്ക് ശക്തി കൂട്ടുന്നതാണ്. പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്നത് വെറും സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ആഴത്തിലുള്ള ഭരണപരമായ വീഴ്ചകളും നിക്ഷേപകരുടെ വിശ്വാസ തകർച്ചയും എല്ലാമാണ്. നിലവിലുള്ള വൻകിട കമ്പനികളുടെ പലായനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വഷളാക്കും. വ്യാപകമായ അഴിമതിയും ദുർബലമായ ഭരണ നിർവഹണവും കാരണം സാമ്പത്തിക സഹായങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ പാകിസ്ഥാൻ ഒരു വിശാലമായ മനുഷ്യത്വപരമായ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്നത് വെറും സാമ്പത്തിക മാന്ദ്യമല്ല, മറിച്ച് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ തലങ്ങളിലുള്ള സമ്പൂർണ്ണ തകർച്ചയുടെ ലക്ഷണങ്ങളാണ്. ലോകഭൂപടത്തിലെ ഈ രാജ്യം ഇനി എത്ര നാൾ നിലനിൽക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.